അപ്പോൾ പുതിയൊരു കഥയുമായി ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അന്ന് അത്താഴം കഴിക്കാൻ വരുന്നില്ലെന്ന് വേദ ഏറെ പറഞ്ഞിട്ടും അമ്മ നിർബന്ധിച്ചാണ് അവളെ കഴിക്കാൻ കൊണ്ടിരുത്തിയത്. ഊൺമേശയ്ക്കെതിരെ ഇരിക്കുമ്പോൾ ജിത്തുവിൻ്റെ നോട്ടം അത്രയും തന്നിൽ ചുഴിഞ്ഞു കയറുന്നത് പോലെ വേദ അറിയുന്നുണ്ടായിരുന്നു. 2 ദിവസമായി അവൻ്റെ മുന്നിൽ പെടാതെ ഈ നടപ്പ് തുടങ്ങിയിട്ട് ഒരു അപരിചിതത്വമാണ് അവനോടിപ്പോൾ വേദക്ക് തോന്നുന്നത്. നോക്കിലും വാക്കിലും അവൻ മറ്റൊരുവനെ പോലെ ആയിരിക്കുന്നു. വേദയുടെ അനിയനാണ് ഈ പറഞ്ഞ ജിതിൻ. നീ എന്താ മോളെ കഴിക്കാത്തത്? അമ്മ വേദയുടെ നെറുകയിൽ പതിയെ ഒന്ന് തലോടിക്കൊണ്ട് ചോദിച്ചു. വേദ പ്രയാസപ്പെട്ട് 1-2 ഉരുള വാരി കഴിച്ചു. വെറുതെ ഇരുന്നങ്ങ് തിന്നുവല്ലേ, അതായിരിക്കും തൊണ്ടയിൽ നിന്ന് ഇറങ്ങാത്തത്. ഇടയ്ക്ക് 2 റൗണ്ട് നടക്കുമെങ്കിലും ചെയ്യുവേദ, ഇല്ലെങ്കിൽ പിത്തം പിടിച്ചു പോവും നിനക്ക്. ജിത്തുവിൻ്റെ വാക്കുകൾക്ക് മൂർച്ചയേറി. വായിലേക്ക് വെക്കാൻ ഒരുങ്ങിയ ചോറുരുള അവൾ തിരികെ പാത്രത്തിലേക്ക് തന്നെ ഇരുട്ടു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. പക്ഷെ അന്നേരവും ജിത്തുവിൻ്റെ മുഖത്ത് ഒരു തരം പുച്ഛം തന്നെയായിരുന്നു. കുറേ കാലം ഉണ്ടുറങ്ങിയും പോരാത്തതിന് മലമൂത്ര വിസർജനം നടത്തിയിരുന്നത് പോലും നീ ആ കിടക്കയിൽ അതേ കിടപ്പ് കിടന്നുകൊണ്ട് തന്നെ അല്ലായിരുന്നോ ജിത്തുവേ? അന്ന് വേദ അധ്വാനിച്ചു കൊണ്ട് വന്നിരുന്നതല്ലേ നീ വെട്ടി വിഴുങ്ങിയിരുന്നത്? എന്നിട്ട് നിനക്ക് പിടിച്ചോടാ മോനെ പിത്തം. അമ്മയുടെ വാക്കുകൾ ചാട്ടുളി പോലെ ജിതിൻ്റെ നാക്കറുത്ത് കളഞ്ഞു. ജിതിൻ വാക്കുകൾ വിഴുങ്ങിയിരുന്നു പോയി. ജിതിൻ്റെ 18-ാം വയസ്സിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചതാണ്. അന്ന് അരക്ക് നിന്ന് കീഴ്പോട്ട് ജിതിൻ തളർന്നു പോയി. അതിൽ പിന്നെ അവനെ നോക്കിയിരുന്നതും ആ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചിരുന്നതുമെല്ലാം വേദ തന്നെയായിരുന്നു. അവനൊരു ഓപ്പറേഷൻ വേണ്ടി വന്ന സമയത്താണ് വേദക്ക് മറ്റൊരു വിവാഹാലോചന വന്നതുപോലും. വേദയുടെ മനസ്സിൽ പക്ഷെ മഹിയായിരുന്നു. അന്നാട്ടിൽ അത്യാവശ്യം തല്ലുപിടിയും വഴക്കുമായി തന്നെയായിരുന്നു ചിറ്റയിടത്ത് ഒറ്റക്കൊമ്പനായിരുന്ന മഹി നടന്നിരുന്നത്. രാവണൻ എന്ന ഇരട്ടപ്പേര് ചൊല്ലിയായിരുന്നു അവനെല്ലാവരും വിളിച്ചിരുന്നത് പോലും. വെട്ടൊന്ന് മുടി 2 എന്ന സ്വഭാവക്കാരനായ മഹിയോട് തൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ എന്തുകൊണ്ടോ ഗൗരിക്കും മടിയായിരുന്നു. പക്ഷെ അവൾ അത് തുറന്നു പറഞ്ഞില്ലെങ്കിലും മഹിക്ക് അത് അവളുടെ നോട്ടത്തിലും ഭാവത്തിലുമെല്ലാം അറിയാനുണ്ടായിരുന്നു. അവൾ ആദ്യം വന്ന് തൻ്റെ ഉള്ളു പറയട്ടെ എന്ന് മഹിയും കരുതിപ്പോയി. പക്ഷെ ആ സമയത്താണ് വേദക്ക് നാട്ടിൽ നിന്ന് ശരണിൻ്റെ വിവാഹാലോചന വരുന്നത്. ശരണും മഹിയും കുട്ടിക്കാലം മുതൽ ശത്രുക്കളാണ്. പക്ഷേ മഹിയെ പോലെയല്ല ഒരിക്കലും ശരൺ. ചെകുത്താനാണ്, ചെകുത്താൻ. വേദയോട് കൗമാരത്തിൽ തന്നെ ശരൺ ഇഷ്ടം പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് തന്നെ അവളത് തിരസ്കരിച്ചു. ആഗ്രഹിച്ചതെന്തും കാൽക്കീഴിൽ കിട്ടിയിട്ടുള്ള ശരണിന് വേദയുടെ ആ തിരസ്കാരം ഒട്ടും അംഗീകരിക്കാൻ സാധിച്ചില്ല. അവന് തോന്നിയ പ്രണയം പതിയെ പ്രതികാരമായി മാറി. പിന്നെ അത് വാശിയായി. വേദയെ മാത്രം വിവാഹം കഴിക്കൂ എന്നൊരു തരം പിടിവാശി. വേദ മഹിയെ പ്രണയിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ആ വാശിക്ക് ആക്കം കൂടി. ഒടുവിൽ ശരൺ ജിതിനെ വന്ന് കണ്ടു. ചേച്ചിയെ വിവാഹം ചെയ്ത് തന്ന ജിതിൻ്റെ ചികിത്സാ ചിലവടക്കം താൻ വഹിച്ചോളാമെന്ന് ശരൺ അവന് ഓഫർ കൊടുത്തു. ജിതിൻ അതിൽ വീണുപോയി. വേദ ശരണിൻ്റെ ഒപ്പമുള്ള ജീവിതം തിരഞ്ഞെടുത്തില്ലെങ്കിൽ വിഷം കഴിച്ച് ജീവിതം അവസാനിപ്പിക്കും എന്ന് ജിതിൻ പറഞ്ഞു. ജിതിൻ്റെ ആത്മഹത്യ ഭീഷണിക്ക് മുമ്പേ വേദക്ക് മഹിയോടുള്ള പ്രണയം മറക്കേണ്ടി വന്നു. മഹി കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോഴേക്കും വേദയുടെ വിവാഹം കഴിഞ്ഞുപോയി. പിന്നീട് അങ്ങോട്ട് നരകതുല്യമായ ജീവിതമായിരുന്നു വേദക്ക്. ഒട്ടും സഹിക്കാൻ വയ്യാതെ ആയപ്പോഴാണ് വേദ തിരികെ വീട്ടിലേക്ക് തന്നെ വന്നത്. അതും നീണ്ട 4 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം. അപ്പോഴേക്കും ജിതിൻ പൂർണ്ണ ആരോഗ്യവാനായിരുന്നു. നിനക്ക് അളിയൻ്റെ അടുത്തേക്ക് തിരികെ പോകാനുള്ള ഉദ്ദേശമൊന്നുമില്ലേ? ജിതിൻ്റെ സ്വരത്തിൽ വല്ലാത്തൊരു മുറുക്കം വന്ന് നിറഞ്ഞു. നിനക്ക് എന്തറിയാം ജിതിൻ അയാളെ കുറിച്ചിട്ട്? അയാൾക്ക് എന്നോടുള്ള പക തീർക്കാനാണെന്ന് അറിഞ്ഞിട്ടു പോലും ഞാൻ അയാളുടെ ഭാര്യ ആയിരുന്നിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടി മാത്രമായിരുന്നു. അത് നീ മറക്കരുത്. അവളുടെ വാക്കുകളിൽ ദയനീയത നിഴലിച്ചു. ഓ പിന്നെ എനിക്ക് വേണ്ടിയെന്ന് പോലും. അതുകൊണ്ട് നിനക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. മഹാറാണിയെ പോലെ അല്ലായിരുന്നോ നീ ആ വീട്ടിൽ ജീവിച്ചിരുന്നത്? ആ വീട്ടിൽ എന്ത് കുറവുണ്ടായിട്ടാടി നീ കെട്ടിയൊരുങ്ങി ഇങ്ങോട്ട് വന്നത്? ജിതിൻ്റെ വാക്കുകൾക്ക് ഈർച്ചവാളിനേക്കാൾ ശക്തിയുള്ള പോലെ തോന്നി വേദക്ക്. അയാളുടെ ജീവിതത്തിൽ ആദ്യത്തെ പെണ്ണൊന്നുമല്ല ജിതിൻ ഞാൻ. സ്വന്തം കിടപ്പറയിലേക്ക് അന്യ സ്ത്രീകളെ കൊണ്ടുവരുന്ന അയാളുടെ മാനസിക വൈകല്യം കണ്ടു നിൽക്കാൻ അയാളുടെ മാതാപിതാക്കളെ പോലെ എനിക്കാവില്ല. അങ്ങനെ അന്യ പെണ്ണുകളെ തേടി പോയിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ കഴിവുകേട് തന്നെയാ എടി. സ്വന്തം പുരുഷനെ അടക്കി നിർത്താൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ വെറും മരപ്പാഴായി ജീവിച്ചിരിക്കാതെ മരിക്കുന്നതായിരുന്നു നല്ലത്. ജിതിൻ നീ അലറണ്ട.
വെറുതെ വയസ്സാങ്കാലത്ത് ഈ തള്ളക്കും കൂടെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി പോയി ചത്തൂടെ നിനക്ക്. ആ അതെ, നീ പറഞ്ഞ പോലെ ഇനി ശരണിൻ്റെ ഭാര്യയായി തുടരുന്നതിലും നല്ലത് ചാവുന്നത് തന്നെയാ. അമ്മ കൂടെ പറയട്ടെ ഞാൻ ബാധ്യതയാണെന്ന്. അന്ന് ജീവിതം ഒടുക്കുകയും വേദ. ഗൗരിയുടെ വാക്കുകൾ ഉറച്ചു. താക്കീതോടെ പറഞ്ഞു പിന്തിരിഞ്ഞു പോകുന്നവളെ പകയോടെ നോക്കി നിന്നുപോയി അവൻ. എനിക്കറിയാമടി നിന്നെ എങ്ങനെ ഇവിടെ നിന്ന് പുകച്ചു പുറത്ത് ചാടിക്കണമെന്ന്. പല്ലിഞ്ഞെരിച്ചുകൊണ്ട് ജിതിൻ വേദ പോയ വഴിയെ നോക്കിക്കൊണ്ട് ഗൂഢമായി പറഞ്ഞു. അവൻ്റെ മനസ്സിൽ പല ഗൂഢപദ്ധതികളും ഉരുത്തിരിഞ്ഞു വരുന്നുണ്ടായിരുന്നു. തൻ്റെ മുന്നിൽ നിൽക്കുന്ന ചിറ്റയെടുത്ത് മഹിയെ നോക്കുമ്പോൾ ജിതിൻ്റെ ഉള്ളിൽ ഒരു തരം പ്രതീക്ഷയായിരുന്നു. എങ്ങനെയെങ്കിലും മുമ്പ് സംഭവിച്ച ചതിയുടെ കഥ ജിതിനെ പറഞ്ഞ് മനസ്സിലാക്കി വേദയെ ബാധ്യത തീർത്ത് അവൻ്റെ തലയിൽ കെട്ടിവെക്കണം എന്ന് ഒരേ ഒരു പ്രതീക്ഷിച്ച ജിതിൻ തന്നെയായിരുന്നു മഹിയെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് അവനെ വിളിച്ചു വരുത്തിയതും. സ്വയം കുഴിയിൽ ചാടുകയാണെന്ന് അറിയാതെ തന്നെയായിരുന്നു അവൻ്റെ ആ വിളിച്ചു വരുത്തൽ. മഹിയുടെ കണ്ണുകൾ ജിതിനെ ഒട്ടാകെ ഒന്ന് ഒഴിയുന്നുണ്ടായിരുന്നു. തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്ന പോലെ തന്നെയും വേദയും 2 പാത്രത്തിലാക്കാൻ കളിച്ച കളിയിൽ ജിതിനായിരുന്നു പ്രധാന സൂത്രധാരൻ എന്നറിഞ്ഞ നിമിഷം മുതൽ അവനെ എവിടെ വെച്ച് കണ്ടാലും തല്ലി ഒടിക്കുമെന്നൊരു ചിന്തയിൽ നടന്നിരുന്ന മഹിയെയാണ് ജിതൻ ഇലയിട്ട് ക്ഷണിച്ചത്. അവൻ്റെ ഏത് പാർട്സ് തൊട്ട് തല്ലിത്തുടങ്ങണമെന്നായിരുന്നു അന്നേരം മഹി ചിന്തിച്ചിരുന്നത്. ചുറ്റും കായലാണ്. 2ഓ 3ഓ കിട്ടി അവനൊന്ന് കരഞ്ഞാൽ പോലും ഒരുത്തനും വരില്ല എന്ന് മഹിക്ക് തീർച്ചയായിരുന്നു. പണ്ട് നാട്ടിലെ ക്ലബിലും മറ്റും സജീവമായി നിന്നിരുന്ന ഒരു പയ്യൻ അരക്ക് താഴേക്ക് ചലനമറ്റ് കിടന്നു പോയി എന്നറിഞ്ഞപ്പോൾ അവനോട് സിമ്പതിയായിരുന്നു മഹിക്ക് തോന്നിയിരുന്നത്. പക്ഷെ കുരുടിക്ക് കണ്ണും കുതിരക്ക് കൊമ്പും കൊടുക്കാതിരുന്ന ദൈവം കണ്ടറിഞ്ഞ് തന്നെയായിരിക്കണം ജിതിന് അവസ്ഥ ഉണ്ടാക്കിയതെന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോൾ മഹിക്ക് തോന്നുന്നു. അത്രയും കാലം അവൻ അങ്ങനെ കിടപ്പിൽ കിടന്നത് പോയത് നന്നായി പോയി. ഇല്ലെങ്കിൽ എത്ര പേർ ഇവൻ കാരണം കണ്ണീർ കുടിച്ചേനെ. മഹി ചിന്തിക്കാതെ ഇരുന്നില്ല. എന്തിനാ നീ കാരണമെന്ന് പറഞ്ഞത്? അല്പം പരുക്കമായി മഹിയുടെ ചോദ്യം ജിതിനെ തേടിയെത്തി. അത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ പറയേ. ഗൗരവം ഒട്ടും വിടാതെ മഹി പറഞ്ഞു. അത് വേദയ്ക്ക് നിങ്ങളെ ആയിരുന്നു ഇഷ്ടം മഹിയേട്ടാ. ശരൺ അത് അറിഞ്ഞു വെച്ചുകൊണ്ടാ അവളെ വിവാഹം കഴിച്ചത്. അത് നിനക്കെങ്ങനെ അറിയാം? മഹി പല്ല് ഞെരിച്ചുകൊണ്ട് ഇട്ടിരിക്കുന്ന ഷർട്ടിൻ്റെ സ്ലീവ് ഒന്ന് വലിച്ചു കയറ്റി. ജിതിൻ മഹിയുടെ മുഖഭാവം സംശയത്തോടെ ഒന്ന് നോക്കി നിന്നുപോയി. ഇത്രയും വലിയൊരു രഹസ്യം തൻ്റെ വായിൽ നിന്ന് കേട്ടതിൻ്റെ ഒരു ഞെട്ടലൊന്നും അവൻ്റെ മുഖത്തില്ല എന്നത് ജിതിൻ ശ്രദ്ധിച്ചു. പറയടാ, ശരൺ മാത്രമായിരുന്നോ ഞങ്ങളെ ചതിച്ചത്? അതോ നീയും കൂടെ കൂടിയോ? ചോദിക്കുമ്പോൾ മഹിയുടെ സ്വരമുയർന്നു. ജിതിൻ മാറി വരുന്ന മഹിയുടെ ഭാവങ്ങളിൽ ഭയന്നുപോയി. ജിതിൻ മീശത്തുമ്പ് ചൂണ്ടുവിരലാൽ ഒന്ന് ഉയർത്തി ചിരിച്ചുകൊണ്ട് അവൻ്റെ മുന്നിലേക്ക് വന്ന് നിന്നു. ആ ചിരിയിൽ പോലും പൊള്ളിക്കുന്ന കനൽ. നീ ചതിച്ചില്ലായിരുന്നോ നിന്റെ ചേച്ചിയെ, നിന്റെ ജീവിതം സേഫാക്കാൻ വേണ്ടി? ചോദിക്കുമ്പോൾ മഹിയുടെ സിംഹഭാവങ്ങൾ ഉണർന്നു തുടങ്ങിയിരുന്നു. പണ്ട് ഉത്സവ പറമ്പിൽ അയൽപ്പക്കത്തെ നാട്ടിൽ നിന്നും കച്ചറ കളിക്കാൻ വന്ന മല്ലന്മാരെ ഓടിച്ചിട്ടടിച്ച് അക്കരെ കടത്തിവിട്ട രുദ്രനെ ഒരു നിമിഷം ജിതിൻ ഓർത്തുപോയി. കൂട്ടത്തിൽ ചിലരൊക്കെ പേടിച്ച് പുഴയിൽ ചാടി നീന്തിയിട്ടാണ് അക്കരെ കടന്നത്. ഒരു ഇടഞ്ഞ കൊമ്പൻ തന്നെയായിരുന്നു അന്ന് മഹി. അവൻ്റെ ഭാവങ്ങളിൽ നിന്നും ഇതെല്ലാം അവൻ മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നു എന്ന് ജിതിന് മനസ്സിലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ ചതിക്കളിയിൽ തൻ്റെ പങ്കും അവൻ വ്യക്തമായി അറിഞ്ഞിട്ടുണ്ടാവും. ഊഹാപോഹങ്ങളേറിയപ്പോൾ ജിതിൻ്റെ നെഞ്ച് തകർന്നു പോയി. ഈശ്വര, ഈ കാലമാടനെല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എൻ്റെ അവസാനമായിരിക്കും, ജിതിൻ മനസ്സിൽ പറഞ്ഞു. പറയടാ, നിനക്കതി വല്ല പങ്കുണ്ടായിരുന്നോ? ഇല്ല. ജിതിൻ കണ്ണു മിഴിച്ച് വിലങ്ങനെ തലയാട്ടി. ടേ, കൈ വീശി കിട്ടിയ ആദ്യത്തെ അടിയിൽ തന്നെ ജിതൻ നിലം തൊട്ടിരുന്നു. ഈശ്വര, ഇതേത് ജില്ല? ജിതിന് തല പെരുത്തു. കണ്ണൊന്ന് മിഴിച്ച് മഹിയെ നോക്കുമ്പോൾ മഹിക്കൊപ്പം നിറയെ ആളുകൾ. ഇവരൊക്കെ എപ്പോൾ വന്നു? ജിതിൻ തല കുടഞ്ഞു. യഥാർത്ഥത്തിൽ മഹിയെ തന്നെ ആ ഒരൊറ്റ അടിയിൽ ജിതിന് 10 തോന്നിയതായിരുന്നു. ഹേയ്, ഒരടി കൊണ്ട് തന്നെ നീ വീണ് റെസ്റ്റ് എടുക്കാതെ? മുതൽ പോലും ആയിട്ടില്ല. പലിശ പിന്നെ ഞാൻ ആർക്ക് കൊടുക്കും? മഹി അവൻ്റെ കോളറിൽ പിടിച്ചുകൊണ്ട് അവനെ പൊക്കി. മഹിയേട്ടൻ മാപ്പാക്കണം, പറ്റിപ്പോയി. ജിതിൻ കൈകൂപ്പി. ഏയ്, നീ പെട്ടെന്ന് അങ്ങ് ക്ഷമ ചോദിക്കല്ലേ. എൻ്റെ ഉന്മേഷം അങ്ങ് കെട്ടടങ്ങി പോവും. ഒരു 5-6 കൂടെ വാങ്ങാനുള്ള കെൽപ്പൊക്കെ നിനക്കുണ്ട്. അടുത്തടി അവൻ്റെ മർമ്മത്തിനിട്ട് തന്നെയായിരുന്നു. ജിതിൻ്റെ കണ്ണിൽ നിന്നും പൊന്നീച്ച പറന്നു. പിന്നെ അങ്ങോട്ട് നീളം തൊടിക്കാതെ വയറ് നിറച്ചു കൊടുത്തിരുന്നു മഹി. മടുത്ത അവസാനം മഹി നിർത്തുമ്പോൾ ജിതിൻ അട്ട ചുരുളും പോലെ മണ്ണിലേക്ക് ചുരുണ്ടുപോയിരുന്നു. ഇതോടെ നിന്റെ കഴിഞ്ഞ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും എല്ലാം പൊറുക്കപ്പെട്ടോളും.
മഹി കൈ കുടഞ്ഞുകൊണ്ട് നെറ്റിയിലെ വിയർപ്പ് പഠിച്ചു മാറ്റി. പിന്നെ വേദയുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും നീ ചെയ്തെന്നറിഞ്ഞാൽ തല്ലില്ല, പകരം കൊന്നു കുഴിച്ചു മൂടുന്നില്ല ഞാൻ, മഹി പുച്ഛത്തോടെ പറഞ്ഞു. ജിതിൻ ദീർഘമായി ശ്വാസം വലിച്ചുകൊണ്ട് മണ്ണിൽ കിടന്ന് അവന് നേരെ കൈകൂപ്പിക്കൊണ്ടിരുന്നു. തൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ശരണിൻ്റെ ശവം പോലും എടുക്കാൻ ഉണ്ടാവില്ല എന്നായിരുന്നു അവൻ അന്നേരം ആലോചിച്ചിരുന്നത്. നീ ഒന്നിങ്ങ് എഴുന്നേറ്റ കുഞ്ഞളിയ, കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. മഹി ജിതിൻ്റെ കോളറിൽ പിടിച്ച് പൊക്കിയെടുത്തു. ജിതിൻ കൈകൂപ്പിക്കൊണ്ട് അവനെ നോക്കി. മഹി അവൻ്റെ തോളിലേക്ക് കൈയിട്ടപ്പോൾ അവനൊന്ന് വേച്ചുപോയി. നേരെ നിൽക്കടാ. മഹി തന്നെ അവനെ പിടിച്ചു നിർത്തി. പിന്നെ ഒരു കാര്യം നീ അറിയാൻ വേണ്ടി പറയുക. നീ ഇപ്പോൾ ഇവിടെ വന്ന് വിളമ്പിയത് അത്രയും എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതിൽ നിനക്കുള്ള പങ്കും എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് പൊന്നുമോൻ, ഇപ്പോൾ ഞാൻ തന്നതൊക്കെ വെച്ച് തൃപ്തിപ്പെടണം. സമയവും സന്ദർഭവും തരപ്പെടുകയാണെങ്കിൽ ഇനിയും തരാം. ഇനി ഇതിൻ്റെ പേരിൽ നീ വേദയെങ്ങാനും നോവിച്ചു എന്ന് ഞാൻ അറിഞ്ഞ പൊന്നളിയ, ഒരു വെള്ളത്തുണി നീ കരുതി വെച്ചോ നിന്നെ പുതപ്പിക്കാൻ. അയ്യോ മഹിയേട്ടാ, ഞാൻ ഇനി അവളെ നോക്കുക കൂടെ ചെയ്യില്ല, സത്യം. ജിതിൻ വിറച്ചു പോയിരുന്നു. അതാണ് നിനക്ക് നല്ലത്. പിന്നെ നിന്നെക്കൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിന്നെ ഞാൻ കൊല്ലാതെ വിടുന്നത്. നിന്നെ അങ്ങോട്ട് വന്ന് കാണണമെന്ന് കരുതിയതാ, പക്ഷെ നീ ഇങ്ങോട്ട് വന്ന് ഇരുന്ന് വാങ്ങുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല. എന്തായാലും കിട്ടിയത് 2 ദിവസം നേരത്തെ കിട്ടിയെന്ന് അങ്ങ് സമാധാനിച്ചാൽ മതി. ജിതിൻ്റെ മുഖത്ത് അവൻ്റെ വാക്കുകളിൽ ദയനീയത നിറഞ്ഞു വന്നു. ഉമ്മറത്തിരിക്കുകയായിരുന്നു സന്ധ്യ അമ്മ. ജിതിനെ കാണെ വെപ്രാളത്തോടെ ചാടി എഴുന്നേറ്റു. എന്താടാ, എന്താ പറ്റിയത്? മുഖത്തും കയ്യിലൊക്കെ മുറിവാണല്ലോ. അമ്മയിൽ ആശങ്ക നിറഞ്ഞു. അമ്മയുടെ ശബ്ദം കേൾക്കെ വേദയും പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു. ജിതിൻ്റെ അവസ്ഥ അവരെ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു. നിന്റെ വായിലെന്താ പഴോ? കാര്യം പറ തീർക്കാം, നിനക്ക് എന്തു പറ്റി? ഇത്രയും കാലം നുണ മാത്രം പറഞ്ഞ് നടന്നപ്പോൾ കിട്ടാത്ത അടിയാ ഇന്നൊരു സത്യം പറഞ്ഞപ്പോൾ കിട്ടിയത്. ജിതിൻ പിറുപിറുത്തു. അമ്മ മനസ്സിലാവാത്ത പോലെ നെറ്റി ചൊളിച്ചു. ഒന്നുമില്ല അമ്മേ, ഞാനൊന്ന് വീണതാ. ഇത് കണ്ടിട്ട് വീണ പോലെ ഒന്നുമില്ലല്ലോ, സന്ധ്യാമ്മ സംശയം മാറാതെ ചോദിച്ചു. അമ്മ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാതെ കുറച്ച് വെള്ളം തിളപ്പിക്ക്, അത്യാവശ്യമായിട്ടൊന്ന് ആവി പിടിക്കണം. ജിതിനെ തറപ്പിച്ചൊന്ന് നോക്കിക്കൊണ്ട് സന്ധ്യാമ്മ അകത്തോട്ട് ചെന്നു. പോകുന്ന പോക്കിൽ അവൻ വേദയെ ഒന്ന് നോക്കി. എന്തോ അവൻ്റെ നോട്ടത്തിൽ വേദയുടെ മുഖം താഴ്ന്നു പോയി. ദ്രോഹി, നാട്ടിൽ ഇത്രയും പയ്യന്മാരുണ്ടായിരുന്നിട്ടും നിനക്ക് ആ ഇടിവണ്ടിയെ കിട്ടിയല്ലോ അല്ലേ കുരുപ്പേ? ജിതിൻ നാവ് നീട്ടി കടിച്ചു പിടിച്ചുകൊണ്ട് ചോദിച്ചു. വേദ മനസ്സിലാവാത്ത പോലെ അവനെ നോക്കി. തേങ്ങ കൊല. ജിതിൻ പല്ലിങ്ങെരിച്ചുകൊണ്ട് മുന്നോട്ട് വേച്ച് നടന്നു. ഇത്രയും കാലം മഹി കരുതിയിരുന്നത് വേദ ശരണിൻ്റെ കൂടെ സ്വസ്ഥമായി ജീവിക്കുകയായിരുന്നു എന്നതാണ്. പക്ഷേ ഈ ഇടക്കാണ് വേദ അവൻ്റെ കൂടെ അനുഭവിക്കുന്ന നരകതുല്യമായ വേദന മഹി അറിയുന്നത്. ഇനിയൊരിക്കലും വേദയെ ശരണിൻ്റെ ജീവിതത്തിലേക്ക് പറഞ്ഞയക്കില്ല എന്ന് അപ്പോഴേ മഹി തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ശരണുമായുള്ള വിവാഹമോചന കേസിൻ്റെ അവസാന ദിവസമായിരുന്നു അത്. കോടതി മുറിയിലെ അന്തരീക്ഷത്തിൽ ഡിവോഴ്സ് പേപ്പർ നൽകാതിരിക്കാൻ ശരൺ പരമാവധി ശ്രമിച്ച കാരണങ്ങൾക്കൊന്നും ആ ജഡ്ജിയുടെ മുമ്പിൽ നിലനിൽപ്പുണ്ടായില്ല. സ്വന്തം ഭർത്താവിൽ നിന്നും അവൻ്റെ വീട്ടിൽ നിന്നും വേദ അനുഭവിച്ച ശാരീരിക മാനസിക പീഡനങ്ങളുടെ തെളിവുകളും വാദങ്ങളും കൃത്യമായി കോടതിക്ക് മുന്നിലെത്തിയപ്പോൾ ഒട്ടും പ്രയാസമില്ലാതെ തടസ്സങ്ങളൊന്നുമില്ലാതെ കോടതി വേദക്ക് വിവാഹമോചനം അനുവദിച്ചു നൽകി. കോടതി മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ വർഷങ്ങളായി ചുമന്നിരുന്ന വലിയൊരു ഭാരം നെഞ്ചിൽ നിന്ന് അഴിഞ്ഞു വീണ പോലെ വേദക്ക് തോന്നി. ഭയത്തിൻ്റെയും നരകത്തിൻ്റെയും 4 വർഷങ്ങൾ അതോടെ അവസാനിച്ചിരിക്കുന്നു. ഈ ഇടക്കാലയളവിൽ നാട്ടിലെ വഴിയിടങ്ങളിലും അമ്പലപ്പറമ്പിലുമൊക്കെ വെച്ച് പലവട്ടവും മഹി അവളെ കണ്ടിരുന്നു. കാത്തു നിന്ന് അവൻ്റെ കണ്ണുകളെ കാണുമ്പോൾ വേദയുടെ ഉള്ളം പിടക്കുമായിരുന്നുവെങ്കിലും അവൾ അവന് മുഖം കൊടുക്കാതെ നടന്നകലുകയായിരുന്നു. ആ മുഖത്തേക്ക് നോക്കാനുള്ള ആത്മവിശ്വാസം അവൾക്കുണ്ടായില്ല. ശരണിൻ്റെ ഭാര്യ എന്ന ടാഗ് നിലനിൽക്കുന്നിടത്തോളം കാലം മഹിയുടെ മുന്നിൽ നിൽക്കുന്നത് ശരിയല്ലെന്ന് അവൾ വിശ്വസിച്ചു. മഹിയോ അവളെ നിർബന്ധിച്ചില്ല. അവളൊന്ന് ഈ നരകത്തിൽ നിന്ന് സ്വതന്ത്രയാവട്ടെ, അതുവരെ അവളെ അവളുടെ പാട്ടിന് വിട്ടേക്കാം എന്നായിരുന്നു മഹിയുടെ ഉള്ളിലെ ചിന്ത. കാത്തിരിക്കാൻ അവൻ തയ്യാറായിരുന്നു. വിവാഹമോചനം ലഭിച്ച അന്നത്തെ രാത്രി മഴ പെയ്യാൻ വെമ്പി നിൽക്കുന്ന കാർമേഘങ്ങൾ വാനം മൂടി നിൽക്കുകയായിരുന്നു. വഴികളിൽ ഇരുട്ടു പടർന്നു പിടിച്ചു. ഉമ്മറത്ത് സന്ധ്യാദീപം കത്തിച്ചു വെച്ച് വേദയും അമ്മയും അകത്തിരിക്കുകയായിരുന്നു. ജിതിൻ മുറിയിൽ കിടക്കുകയായിരുന്നു. പെട്ടെന്നാണ് പുറത്തൊരു കാർ വന്നിരമ്പി വന്ന് നിന്നത്. ശക്തമായി വാതിൽക്കൽ തട്ടുന്ന ശബ്ദം കേട്ട് വേദ ഭയത്തോടെ അമ്മയെ നോക്കി. ആരെ ഈ നേരത്ത്? സന്ധ്യാമ്മ ഭയത്തോടെ വാതിൽ തുറന്നു. പുറത്ത് കയ്യിൽ മദ്യക്കുപ്പിയുമായി നിൽക്കുന്ന ശരൺ. അവന് പിന്നിലായി നാട്ടിൽ അറിയപ്പെടുന്ന 2 ഗുണ്ടകളും. അവൻ്റെ കണ്ണുകൾ ചുവന്നു തുടുത്തിരുന്നു. എടി വേദ, പുറത്തേക്കിറങ്ങടി, ശരൺ അലറി.
അമ്മയെ തള്ളി മാറ്റി അവൻ അകത്തേക്ക് ഇരച്ചു കയറി. വേദ പേടിയോടെ പിറകോട്ട് മാറി. നീ എന്താടി വിചാരിച്ചത്? കോടതി ഒരു കഷ്ണം കടലാസ് തന്നാ നീ എന്നിൽ നിന്നങ്ങ് രക്ഷപ്പെട്ടു എന്നോ? ശരൺ പുച്ഛത്തോടെ ചിരിച്ചു. കേസിൻ്റെ കാര്യം പറഞ്ഞ് നീ എൻ്റെ കയ്യിൽ നിന്ന് ഊരിപ്പോന്നു എന്നല്ലേ നീ വിചാരിക്കുന്നത്? നടക്കില്ലടി ശരൺ. നമ്മൾ തമ്മിൽ ഇപ്പോൾ നിയമപരമായി വിവാഹമോചിതരാണ്. ഇനി നിൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. ഇറങ്ങിപ്പോയ എൻ്റെ വീട്ടിൽ നിന്ന്. വേദ ധൈര്യം സംഭരിച്ച് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ശരണിൻ്റെ മുഖത്ത് കലി തുള്ളി. അവൻ വേദയുടെ അടുത്തേക്കടുത്തു. എൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല അല്ലേടി? പകരം ആ ചിറ്റയടത്ത മഹിയുടെ കൂടെ ജീവിക്കാമെന്ന് നീ വിചാരിച്ചോ? അങ്ങനെ എന്നെ ഒഴിവാക്കി നീ അവൻ്റെ കൂടെ ജീവിക്കാമെന്ന് ഒരിക്കലും കരുതണ്ടടി. ശരൺ തൊട്ടത് ആർക്കും വിട്ടുകൊടുക്കില്ല. നീ അവളെ എങ്ങോട്ടും കൊണ്ടുപോയില്ലടാ നാറി. മുറിയിൽ നിന്ന് പതറി ഇറങ്ങി വന്ന ജിതിൻ ശരണിന് നേരെ തട്ടിക്കയറി. ഈ കാലയളവിനുള്ളിൽ ജിതിനും താൻ ചെയ്ത കാര്യങ്ങളിൽ കുറ്റബോധം വന്നു തുടങ്ങിയിരുന്നു. പക്ഷെ ശരണിൻ്റെ കൂടെ വന്ന ഗുണ്ടകളിൽ ഒരാൾ ജിതിൻ്റെ നെഞ്ചത്ത് ചവിട്ടി. അവൻ നിലത്തേക്ക് തെറിച്ചു വീണു. ജിതിൻ. വേദ കരഞ്ഞുപോയി. വലിച്ചെടുത്തോണ്ട് വാടാ അവളെ, ശരൺ ഉത്തരവിട്ടു. ഗുണ്ടകൾ വേദയുടെ കൈകളിൽ കൈറി പിടിച്ചു. അവൾ കുതറി മാറാൻ ശ്രമിച്ചെങ്കിലും അവരുടെ ശക്തിക്ക് മുമ്പിൽ അവൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. സന്ധ്യമ്മ കരഞ്ഞു വിളിച്ച് അവരെ തടയാൻ നോക്കിയെങ്കിലും ഗുണ്ടകൾ അമ്മയെ തള്ളി നിലത്തിട്ടു. വേദയെ ബലമായി വീട്ടുമുറ്റത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. മഴത്തുള്ളികൾ പെയ്യാൻ തുടങ്ങിയിരുന്നു. വിടട എന്നെ, വിടാൻ! വേദയുടെ നിലവിളി ആ വിജനമായ രാത്രിയിൽ മുഴങ്ങി. ശരൺ അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് കാറിൻ്റെ വാതിൽ തുറക്കാൻ ആഞ്ഞതും ഇടി വെട്ടുന്നത് പോലെ ഒരു അലർച്ച അന്തരീക്ഷത്തിൽ മുഴങ്ങി. കാറിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ മഴത്തുള്ളികളെ കീറിമുറിച്ചുകൊണ്ട് മുന്നിലേക്ക് നടന്നു വരുന്ന രൂപം കണ്ടതും എല്ലാവരും ഒരു നിമിഷം നിശ്ചലരായിപ്പോയി. ചിറ്റെടുത്ത് മഹി. അവൻ്റെ കണ്ണുകളിൽ തീജ്വാലകൾ എരിയുന്നുണ്ടായിരുന്നു. വശങ്ങളിലേക്ക് മടക്കി വെച്ച ഷർട്ടിൻ്റെ കൈകൾ അവൻ ഒന്നുകൂടെ കയറ്റിവെച്ചു. മുടിയിൽ മഴവെള്ളം തട്ടി തുള്ളികളായി താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു. മഹിയേട്ടാ! വേദയുടെ ചുണ്ടുകൾ വിറച്ചു. മഹി, നീ ഇതിൽ ഇടപെടണ്ട. ഇത് എൻ്റെയും എൻ്റെ പെണ്ണിൻ്റെയും കാര്യമാണ്. ശരൺ പല്ലിഞ്ഞെരിച്ചു. നിൻ്റെ പെണ്ണോ? ഏത് പെണ്ണ്? കോടതി തുപ്പിയെറിഞ്ഞ നിൻ്റെ അഹങ്കാരം ഉണ്ടല്ലോ, അത് നീ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ മതി. ഇവളെ തൊടാൻ നിനക്കിനി അവകാശമില്ലടാ. മഹി മുന്നോട്ട് വന്നു. തീർത്ത് കളയടാ അവനെ. ശരൺ കൂടെയുള്ള ഗുണ്ടകൾക്ക് നേരെ അലറി. ആദ്യത്തെ ഗുണ്ട കയ്യിലിരുന്ന ഇരുമ്പുവടിയുമായി മഹിയുടെ തലക്ക് നേരെ ആഞ്ഞു വീശി. മഹി തല വശത്തേക്ക് ഒഴിവാക്കി. അവൻ്റെ കൈത്തണ്ടയിൽ ഒരൊറ്റ പിടുത്തം. വടി താഴെ വീണു. അടുത്ത സെക്കൻഡിൽ മഹിയുടെ വലതുകാൽ ഗുണ്ടയുടെ നെഞ്ചിൽ ആഞ്ഞു പതിച്ചു. അവൻ 10 അടി ദൂരേക്ക് തെറിച്ചു വീണ് മണ്ണിൽ കിടന്ന് പിടഞ്ഞു. ആ 2 ഗുണ്ടകളും തരിപ്പണമാകാൻ കേവലം 1 മിനിറ്റ് പോലും വേണ്ടി വന്നില്ല. മഴ കനത്തു പെയ്യാൻ തുടങ്ങി. അന്തരീക്ഷത്തിൽ അടിയുടെയും കൊടുങ്കാറ്റിൻ്റെയും ശബ്ദം മാത്രം. ശരൺ പേടിയോടെ 2 ചുവട് പുറകോട്ട് വെച്ചു. മഹിമല്ലേ അവൻ്റെ അടുത്തേക്ക് നടന്നു. നീ വിചാരിച്ചത് ഇവളെ സംരക്ഷിക്കാൻ ഈ നാട്ടിൽ ആരുമില്ലെന്നാണോ? അല്ലടാ. മഹിയുടെ സ്വരം താഴ്ന്നതാണെങ്കിലും മാരകമായിരുന്നു. ശരൺ പെട്ടെന്ന് അരയിൽ നിന്ന് മറ്റൊരു കത്തി ഊരി മഹിയുടെ കഴുത്തിന് നേരെ വീശി. മഹി പെട്ടെന്ന് പുറകോട്ട് മാറിയെങ്കിലും കത്തി അവൻ്റെ തോളിൽ ചെറുതായി വരഞ്ഞു. ചോര പൊടിഞ്ഞു. മഹിയേട്ടാ! വേദ ഭയന്ന് നിലവിളിച്ചു. തോളിലെ ചോരത്തുള്ളി കണ്ട് മഹിയുടെ മുഖത്തൊരു ചിരി വിരിഞ്ഞു. ഒരു ഭ്രാന്തൻ്റെ ചിരി. കത്തിയെടുക്കാൻ പഠിച്ചിട്ട് എൻ്റെ നേരെ വരാവൂ ശരൺ. മഹി ശരണിൻ്റെ കത്തിയിരിക്കുന്ന കൈപ്പത്തിൽ അമർത്തി പിടിച്ച് ഒടിച്ചൊരു ശബ്ദം കേട്ടു. ശരണിൻ്റെ ഭീകരമായ നിലവിളി ഉയർന്നതോ മഹി അവൻ്റെ വയറ്റിലേക്ക് ഒരൊറ്റ ചവിട്ടുകൂടെ നൽകി. ശരൺ കാറിൻ്റെ ബോണറ്റിലേക്ക് ആഞ്ഞടിച്ച് വീണു. മഹി അവന് കോളറിൽ തൂക്കിയെടുത്തു. എൻ്റെ വേദയെ, എൻ്റെ പെണ്ണിനെ 4 വർഷം നീ നരകയാതന അനുഭവിപ്പിച്ചു. ഞാൻ കണ്ടു നിന്നു. കാരണം അന്ന് അവൾ നിൻ്റെ ഭാര്യയായിരുന്നു. പക്ഷെ ഇനി നീ അവളെയോ അവൾ നിൽക്കുന്ന വഴിയിലേക്കോ നോക്കിയാൽ നിന്നെ ഞാൻ ജീവനോടെ കൊത്തി കുഴിച്ചു മൂടും. മഹിയുടെ ഓരോ വാക്കുകൾക്കൊപ്പവും അവൻ്റെ കൈപ്പത്തി ശരണിൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. ശരണിൻ്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നും ചോര വാർന്നൊഴുകി. അവന് ബോധം മറിയുന്ന അവസ്ഥയിലെത്തിയിരുന്നു. മഹി അവനെ റോഡിലെ ചെളിയിലേക്ക് വലിച്ചെറിഞ്ഞു. അടികൊണ്ട് അവശരായ ഗുണ്ടകൾ പാതി ബോധത്തിൽ ശരണിനെ താങ്ങിയെടുത്ത് കാറിലേക്ക് കയറ്റി സ്ഥലം വിട്ടു. മഴ കനത്ത് പെയ്യുന്നുണ്ടായിരുന്നു. മഹി പതുക്കെ തിരിഞ്ഞ് വേദയുടെ നേരെ നടന്നു. തോളിൽ നിന്നും താഴേക്ക് ഒലിച്ചിറങ്ങുന്ന ചോരയും മഴവെള്ളവും ഒന്നായി മാറുന്നുണ്ടായിരുന്നു. മുറ്റത്ത് വിറച്ചു നിൽക്കുന്ന വേദയുടെ മുന്നിൽ മഹി വന്ന് നിന്നു. വേദ അവൻ്റെ തോളിലെ മുറിവിലേക്കും പിന്നെ അവൻ്റെ കണ്ണുകളിലേക്കും നോക്കി. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ മഴവെള്ളത്തോടൊപ്പം ഒഴുകി പടർന്നു. മഹി പതുക്കെ തൻ്റെ കൈ നീട്ടി അവളുടെ മുഖത്തെ നനഞ്ഞ മുടിയിഴകൾ മാറ്റി. ഇനി ആരും വരില്ല വേദ. നിന്നെ ഉപദ്രവിക്കാൻ ഇനി ഒരുത്തനും വരില്ല. ഇത് ഈ മഹിയുടെ വാക്കാ.
വേദയ്ക്ക് ഇനി സ്വയം നിയന്ത്രിക്കാനായില്ല. 4 വർഷമായി ഉള്ളിൽ അടക്കി വെച്ച എല്ലാ സങ്കടങ്ങളും ഭയവും ഒരു അണക്കെട്ട് പോലെ പൊട്ടിയതുപോലെ പുറത്തു വന്നു. അവൾ ഓടി വന്ന് മഹിയുടെ നെഞ്ചിലേക്ക് പടർന്നു കയറി. അവൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ച് പൊട്ടിക്കരഞ്ഞു. മഹി സ്നേഹത്തോടെ സംരക്ഷണത്തോടെ തൻ്റെ കൈകൾ അവൾക്ക് ചുറ്റും പിണച്ചു. മഴയുടെ സംഗീതത്തിനിടയിൽ ആ രാത്രിയിൽ 2 ഹൃദയങ്ങൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നായി ശ്വസിക്കുകയായിരുന്നു. മഴ പെയ്തൊഴിഞ്ഞ ആ രാത്രിയിലെ സംഭവങ്ങൾക്ക് ശേഷം വേദയുടെ മനസ്സിൽ ഒരേ സമയം സമാധാനവും അതോടൊപ്പം വലിയൊരു ഭാരവും വന്ന് നിറഞ്ഞിരുന്നു. ശരണിൻ്റെ ആക്രമണത്തിൽ നിന്ന് മഹി തന്നെ കാത്തു രക്ഷിച്ചതും വർഷങ്ങളായി ഉള്ളിലൊതുക്കിയ സങ്കടം മുഴുവൻ അവൻ്റെ നെഞ്ചിൽ ചാരെ പൊഴിച്ചു കളഞ്ഞതും അവൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. എന്നാൽ അന്ന് രാത്രിയിലെ സംഭവത്തിന് ശേഷം പിന്നീടുള്ള ദിവസങ്ങളിൽ വേദ മഹിയോട് പതുക്കെ പതുക്കെ ഒരു അകലം പാലിക്കാൻ തുടങ്ങി. അവൾ അവൻ്റെ മുന്നിൽ പെടാതെ ഒഴിഞ്ഞു മാറി. വഴിയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ പോലും പഴയതുപോലെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. മനഃപൂർവ്വം ഒരു ചിരിയിലൊതുക്കി അവൾ നടന്നകന്നു. വേദയുടെ മനസ്സ് മുഴുവൻ അപകർഷതാബോധവും കുറ്റബോധവും നിറഞ്ഞു നിൽക്കുകയായിരുന്നു. 4 വർഷം മറ്റൊരാളുടെ ഭാര്യയായി നരകയാതനകൾ അനുഭവിച്ചവളാണ് താൻ. ശരണിൻ്റെ ക്രൂരതകളുടെ ഭാരം ചുമക്കുന്ന തനിക്ക് ചിറ്റയിടത്ത് തറവാട്ടിലെ ആൺകുട്ടിയായ മഹിയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ യാതൊരു അർഹതയുമില്ലെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. മഹി പരിശുദ്ധനാണ്. അവൻ്റെ സ്നേഹം മായം കലരാത്തതാണ്. അതിനു മുന്നിൽ താൻ തികച്ചും അയോഗ്യനാണെന്ന ചിന്ത അവളുടെ നെഞ്ചിൽ കനലായി എരിഞ്ഞു. മഹി ഇത് അറിയാതിരുന്നില്ല. അവൻ പലവട്ടം അവളെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ ശ്രമിച്ചു. വേദ, കടന്നുപോയ കാര്യങ്ങളൊന്നും നിന്റെ തെറ്റുകൊണ്ടല്ല. ഇനിയുള്ള ജീവിതം നിനക്ക് സന്തോഷമുള്ളതാക്കാൻ എനിക്ക് കഴിയും എന്നവൻ കണ്ണുകളിൽ സ്നേഹം നിറച്ച് അവളോട് നേരിട്ട് പറയാൻ തുടങ്ങിയപ്പോഴൊക്കെ വേദ തല താഴ്ത്തി വിതുമ്പുക മാത്രം ചെയ്തു. വേണ്ട മഹിയേട്ട, എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക്. മഹിയേട്ടന് ഇതിലും നല്ലൊരു പെണ്ണിനെ കിട്ടും. ഞാൻ ഇനി ആരുടെയും ജീവിതത്തിൽ ഒരു ഭാരമാകാൻ ആഗ്രഹിക്കുന്നില്ല. വേദയുടെ വാക്കുകളിൽ നിരാശയും നിസ്സഹായതയും മാത്രമായിരുന്നു. എത്ര നിർബന്ധിച്ചിട്ടും എത്ര സ്നേഹം ചൊരിഞ്ഞിട്ടും വേദ തൻ്റെ മനസ്സിൽ വാതിലുകൾ അവന് മുന്നിൽ കൊട്ടിയടക്കുകയായിരുന്നു. എന്നാൽ മഹി അവളെ വെറുത്തില്ല, പിന്തിരിഞ്ഞില്ല. അവളുടെ ഉള്ളിലെ മുറിവുകൾ ഉണങ്ങാൻ സമയമെടുക്കും. 4 വർഷത്തെ നരകം പെട്ടെന്ന് മാഞ്ഞു പോകില്ലല്ലോ. അവൾ സ്വയം തൻ്റേതായി എൻ്റെ അടുക്കൽ വരുന്നത് വരെ ഞാൻ കാത്തിരിക്കും, മഹി മനസ്സിൽ ഉറപ്പിച്ചു. അവളുടെ സ്വതന്ത്രമായ തീരുമാനമായി അവൻ ക്ഷമയോടെ കാത്തിരുന്നു. പക്ഷേ ശരണിൻ്റെ ഉള്ളിലെ പക അടങ്ങിയിരുന്നില്ല. കോടതി നൽകിയ വിവാഹമോചനവും മഹിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ക്രൂരമായ അടിയും അവനെ ഒരു ഭ്രാന്തനാക്കി മാറ്റിയിരുന്നു. മഹിയെ ഈ ഭൂമിയിൽ വെച്ചേക്കില്ല എന്ന് അവൻ ഉറപ്പിച്ചു. അങ്ങനെ ഒരു രാത്രി കനത്ത മഞ്ഞും ഇരുട്ടും മൂടിയൊരു സമയം മഹി അടുത്ത നാട്ടിലെ ഒരു ആവശ്യത്തിനായി പോയിട്ട് തൻ്റെ ബൈക്കിൽ തിരികെ വീട്ടിലേക്ക് വരികയായിരുന്നു. വിജനമായ റോഡിലൂടെ ബൈക്ക് മുന്നോട്ട് നീങ്ങുമ്പോൾ പിന്നിൽ നിന്നും ഒരു വലിയ ട്രക്ക് ലൈറ്റുകൾ ഓഫാക്കി അമിത വേഗതയിൽ പാഞ്ഞു വന്നു. ശരൺ പണം കൊടുത്ത് ഏൽപ്പിച്ച അക്രമി സംഘമായിരുന്നു ആ ലോറിക്ക് പിന്നിൽ. ഒന്നും ചിന്തിക്കാൻ സമയം കിട്ടുന്നതിന് മുമ്പ് പുറകിൽ നിന്ന് ആ ലോറി മഹിയുടെ ബൈക്കിലേക്ക് ആഞ്ഞടിച്ചു. ശക്തമായ പ്രഹരത്തിൽ മഹി ബൈക്കിൽ നിന്നും വായുവിൽ ഉയർന്നു പൊങ്ങി റോഡരികിലെ പാറക്കെട്ടിലേക്ക് തെറിച്ചു വീണു. ബൈക്ക് തകർന്ന് തരിപ്പണമായിപ്പോയി. തല കല്ലിലിടിച്ച് രക്തപ്പുഴ ഒഴുകി. ബോധം അറിയുന്നതിന് മുമ്പ് മഹിയുടെ മനസ്സിൽ വിരിഞ്ഞത് വേദയുടെ മുഖം മാത്രമായിരുന്നു. ലോറി ഇരുട്ടിലേക്ക് പാഞ്ഞുപോയി. രാത്രിയേറെ വൈകിട്ടും വഴിയാത്രക്കാരായ ആരോ ആണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മഹിയെ കണ്ട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. അവൻ്റെ അവസ്ഥ അതീവ ഗുരുതരമായിരുന്നു. വാർത്ത കാട്ടുതീ പോലെ നാട്ടിൽ പടർന്നു. ജിതനാണ് വിറക്കുന്ന ശബ്ദത്തോടെ വേദയോട് ആ കാര്യം വന്ന് പറഞ്ഞത്. വേദ, മഹിയേട്ടന് ആക്സിഡൻ്റായി. ഹോസ്പിറ്റലിൽ മരണത്തോട് മല്ലിട്ട് കിടക്കുകയാണ് മനുഷ്യൻ. ആ വാക്ക് കേട്ടതും വേദയുടെ കയ്യിലിരുന്ന പാത്രം നിലത്തി വീണ് തകർന്നു. അവളുടെ ലോകം ഒരു നിമിഷം നിശ്ചലമായി. മഹിയേട്ടൻ തനിക്ക് അർഹതയില്ലെന്ന് പറഞ്ഞു തള്ളിപ്പറഞ്ഞ താൻ ഒഴിഞ്ഞു മാറിയ മനുഷ്യൻ, തനിക്കായി മാത്രം കാത്തിരുന്ന ജീവൻ പൊലിയാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ വേദക്ക് ഭൂമി പിളർന്ന് താഴേക്ക് പോകുന്നത് പോലെ തോന്നി. പാതിരാത്രി വിറക്കുന്ന കാലുകളോടെ കണ്ണീർ വാർത്തുകൊണ്ട് വേദ ആശുപത്രിയിലേക്ക് ഓടി. ഐസുവിന് മുന്നിൽ അപ്പോഴും രക്തം പുരണ്ട വസ്ത്രങ്ങളുമായി മഹിയുടെ സുഹൃത്തുക്കളും നാട്ടുകാരും നിൽക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർമാർ അകത്തും പുറത്തും പരിഭ്രാന്തിയോടെ ഓടി നടക്കുന്നു. അടുത്ത 24 മണിക്കൂർ വളരെ നിർണായകമാണ്. തലച്ചോറിന് കടുത്ത ക്ഷതമേറ്റിട്ടുണ്ട്. രക്തസ്രാവം നിലക്കുന്നില്ല. ജീവൻ നിലനിർത്താൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഡോക്ടർ വാക്കുകൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും നെഞ്ച് തകർത്തു. വേദ ഐസിയുവിൻ്റെ ചില്ലുജാലകത്തിലൂടെ അകത്തേക്ക് നോക്കി. യന്ത്രങ്ങളുടെ നടുവിൽ തലയിലും ശരീരത്തിലും മുറിവുകളുമായി ജീവനായി മല്ലിടിക്കുന്ന മഹിയെ കണ്ടതും അവളുടെ സകല നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടു. അവൾ ചില്ലുവാതിൽ തല തല്ലി കരഞ്ഞു. മഹിയേട്ടാ! അവളുടെ നിലവിളി ആശുപത്രി ഇടനാഴികളിൽ മുഴങ്ങിപ്പറ്റി. നിയമങ്ങൾ കാറ്റിൽ പടർത്തി അവൾ ഐസിയുയിലേക്ക് ഓടിക്കയറി.
ഡോക്ടർമാർ തടയാൻ നോക്കിയെങ്കിലും അവൾ മഹിയുടെ കട്ടിലിനരികിലേക്ക് വീണു. തണുത്തുടഞ്ഞ് ചോര പൊടിയുന്ന അവൻ്റെ കൈകൾ സ്വന്തം നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൾ പൊട്ടിക്കരഞ്ഞു. എന്നെ ഇട്ടിട്ട് പോവല്ലേ മഹിയേട്ട, എന്നോട് പിണങ്ങിപ്പോവല്ലേ. എനിക്ക് അർഹതയില്ലെന്ന് പറഞ്ഞ് ഞാൻ മാറി നടന്നതാ. പക്ഷെ മഹിയേട്ടനില്ലാതെ എനിക്കൊരു ജീവിതമല്ലെന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. എന്നോട് ക്ഷമിക്കണം മഹിയേട്ട. അവൾ അവൻ്റെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി കണ്ണീരുകൊണ്ട് അവൻ്റെ കരം കഴുകി. മഹിയേട്ടൻ തിരികെ വന്നാൽ ഇനി ഒരിക്കലും ഞാൻ മഹിയേട്ടനെ വിട്ടുപോയില്ല. മഹിയേട്ടൻ പറയുന്നിടത്ത് മഹിയേട്ടൻ്റെ നിഴലായി ഞാൻ കാണും. എൻ്റെ ജീവൻ തന്നിട്ടാണെങ്കിലും ഞാൻ മഹിയേട്ടനെ കാത്തോളാം. എനിക്ക് വേണ്ടി, ഈ വേദയ്ക്ക് വേണ്ടി ഒന്ന് കണ്ണു തുറക്കും മഹിയേട്ട. പ്രാർത്ഥിക്കാം, ഞാൻ ദൈവത്തോട് ഇരക്കാം നിങ്ങൾക്ക് വേണ്ടി. വേദ ആ ഐസിയുവിൻ്റെ നിലത്ത് മുട്ടുകുത്തിയിരുന്ന് കൈകൾ കൂപ്പി പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചു. അവളുടെ ആത്മാർത്ഥമായ കണ്ണീരും പ്രാർത്ഥനയും അന്തരീക്ഷത്തിൽ ഒരു ദിവ്യസ്പർശമായി പടർന്നു. അതേസമയം പുറത്ത് അന്തരീക്ഷമാകെ മാറി മറിയുകയായിരുന്നു. ഇതൊരു സ്വാഭാവിക അപകടമല്ലെന്നും ശരൺ പണം കൊടുത്ത് ചെയ്യിച്ച കൊലപാതക ശ്രമമാണെന്നും മഹിയുടെ സുഹൃത്തുക്കൾക്കും ജിതിനും വിവരം ലഭിച്ചു. ശരണിൻ്റെ ഡ്രൈവറെ ചോദ്യം ചെയ്തപ്പോൾ അവൻ സത്യമെല്ലാം ഏറ്റുപറഞ്ഞു. തൻ്റെ സുഹൃത്ത് തങ്ങൾക്ക് ഏത് സഹായത്തിനും മുന്നിൽ നിന്ന് നന്മയുള്ളവൻ ഒരു പെണ്ണിൻ്റെ പേരിൽ ശരണിൻ്റെ പക കാരണം മരണത്തോട് മല്ലിടുന്നു എന്നറിഞ്ഞതോടെ മഹിയുടെ കൂട്ടുകാരുടെ ഉള്ളിൽ ചോര തിളച്ചു. ജിതിനും അവൻ്റെ ഉള്ളിലെ പഴയ തെറ്റുകൾക്കുള്ള കുറ്റബോധം പതിമടങ്ങായി മാറി. ഇനിയും ആ ചെകുത്താൻ കാരണം എൻ്റെ ചേച്ചിയും മഹിയേട്ടനും അനുഭവിക്കരുത്. ഇതിനൊരു ശാശ്വത പരിഹാരം വേണം. അവൻ പല്ല് ഞെരിച്ചു. മഹിയുടെ വലങ്കൈകളായ കൂട്ടുകാരും ജിതിനും ചേർന്ന് അന്ന് രാത്രി തന്നെ ശരൺ ഒളിച്ചിരുന്ന ഫാം ഹൗസ് വളഞ്ഞു. മദ്യപിച്ച് മഹി മരിച്ചെന്ന വാർത്ത കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു ശരൺ. പെട്ടെന്നാണ് വാതിൽ തകർത്ത് മഹിയുടെ 10ഓളം വരുന്ന സുഹൃത്തുക്കൾ അകത്തേക്ക് ഇരിച്ചു കയറിയത്. ശരൺ ഭയന്ന് വിറച്ചു. നിങ്ങളൊക്കെ എന്തിനാ ഈ നേരത്തെ ഇവിടെ? മഹിയുടെ ജീവനെടുക്കാൻ നോക്കുന്നോടാ നായേ. ഒരു സുഹൃത്ത് ആഞ്ഞു വീശി അടിയേറ്റ് ശരൺ മേശപ്പുറത്തേക്ക് അടിച്ചു വീണു. പിന്നീട് അവിടെ നടന്നത് ഒരു താണ്ഡവമായിരുന്നു. ഇനിയൊരു തിരിച്ചുവരവ് ജീവിതത്തിലേക്ക് ഉണ്ടാവരുതെന്ന വാശിയോടെ അവർ ശരണിനെ വളഞ്ഞിട്ട് തല്ലിച്ചതച്ചു. അവൻ അനുഭവിച്ച ഓരോ അനീതിക്കും, വേദയുടെ കണ്ണുനീരിനും മഹിയുടെ ശരീരത്തിൽ ഒഴുകിയ ഓരോ തുള്ളി ചോരക്കും അവർ പകരം ചോദിച്ചു. ശരണിൻ്റെ കരച്ചിലും അപേക്ഷകളും ആ ഫാം ഹൗസിൻ്റെ ചുമരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. ജിതിൻ മുന്നോട്ട് വന്ന് അവനെ കോളറിൽ തൂക്കിയെടുത്തു. എൻ്റെ ചേച്ചിയുടെ ജീവിതം നശിപ്പിച്ചു. എനിക്ക് അത്യാഗ്രഹമുണ്ടാക്കി എന്നെക്കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ചു. ഒടുവിൽ ഞങ്ങളെ കാത്ത മഹിയേട്ടനെയും കൊല്ലാൻ നോക്കിയല്ലോടാ സാഡിസ്റ്റ്. ജിതിൻ്റെ മാരകമായ അടിയിൽ ശരണിൻ്റെ താടിയെല്ല് തകർന്നു. അവൻ്റെ കൈകാലുകൾ തല്ലിയൊടിച്ച് ഇനി മേലാൽ എഴുന്നേറ്റ് നടക്കാനോ ആരുടെയും ജീവിതത്തിൽ വില്ലനാകാനോ കഴിയാത്ത വിധം അവൻ അവിടെ ചോരയിൽ കുളിച്ച് കിടന്നു. ശരണിൻ്റെ അഹങ്കാരവും പ്രതികാരവും എന്നേക്കുമായി ആ രാത്രിയിൽ തല്ലിക്കൊഴിക്കപ്പെട്ടു. പിറ്റേന്ന് പ്രഭാതം പുലർന്നു. ആശുപത്രിയിൽ ഐസിയുയിൽ വേദയുടെ കണ്ണീരൊഴുകിയ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടായി. മഹിയുടെ ഹൃദയമിടിപ്പ് സാധാരണ നിലയിലേക്കാൻ തുടങ്ങി. അവൻ പതിയെ കൺപോളകൾ അനക്കി. ഡോക്ടർമാർ അത്ഭുതത്തോടെ ഓടിയെത്തി. ഇതൊരു അത്ഭുതമാണ്. അവൻ അപകടനില തരണം ചെയ്തിരിക്കുന്നു. മഹി പതുക്കെ കണ്ണുകൾ തുറന്നു. മങ്ങൽ മാറി കാഴ്ച തെളിഞ്ഞപ്പോൾ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് കണ്ണുകൾ നീറി വന്ന് വീർത്ത വേദയുടെ മുഖമാണ് അവൻ കണ്ടത്. അവൾ കരച്ചിലോടെ പുഞ്ചിരിച്ചു. മഹിയേട്ടാ. മഹി വിടക്കുന്ന വിരലുകളാൽ അവളെ ഒന്ന് തൊട്ടു. വേദ, നീ കരയരുത്. ഇല്ല മഹിയേട്ടാ, ഞാൻ ഇനി കരയില്ല. മഹിയേട്ടനെ വിട്ട് ഞാൻ എങ്ങോട്ടും പോകില്ല. എന്നെ കൂടെ കൂട്ടുവോ? അവൾ അവൻ്റെ കയ്യിൽ മുഖം അമർത്തി ചോദിച്ചു. മഹിയുടെ ചുണ്ടുകളിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. അവൻ അവളുടെ തലയിൽ പതുക്കെ തലോടി. എല്ലാ തടസ്സങ്ങളും മാറി ശരണിൻ്റെ ശല്യം എന്നേക്കുമായി അവസാനിച്ച ആ പുലരിയിൽ മഹിയും വേദയും ഒന്നാവുകയായിരുന്നു. പ്രണയത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പുതിയ ജീവിതത്തിലേക്ക്. പ്രഭാത സൂര്യൻ്റെ ആദിരശ്മികൾ മഹിയുടെ മുഖത്ത് പതിഞ്ഞു. തലയിലെ പാടുകളും തോളിലെ വലിയ മുറിക്കെട്ടുകളും അവൻ്റെ ദൃഢമായ ശരീരത്തെ തളർത്തിയെങ്കിലും കണ്ണുകളിൽ വേദയെ കണ്ടപ്പോൾ വിരിഞ്ഞ് തെളിച്ചത്തിന് തെല്ലും മങ്ങലേറ്റിയിരുന്നില്ല. വേദ അവൻ്റെ വിരലുകൾക്കിടയിലേക്ക് സ്വന്തം വിരലുകൾ കോർത്തു പിടിച്ചു. 4 വർഷമായി ഉള്ളിൽ അടക്കിപ്പിടിച്ച പേടിയും അപകർഷതാബോധവും തന്നോട് തന്നെയുള്ള ദേഷ്യവും ആ ഒരൊറ്റ നിമിഷത്തിൽ അരിഞ്ഞുപോയിരുന്നു. മഹിയേട്ട. വേദയുടെ ശബ്ദമിടറി. എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. 4 വർഷം മുമ്പ് ജിതിൻ അങ്ങനെ ഒരു ഭീഷണി മുഴക്കിയപ്പോൾ എനിക്ക് എൻ്റെ പ്രണയത്തേക്കാൾ വലുത് ജിതിനായിരുന്നു. അന്ന് ഞാൻ എടുത്ത തീരുമാനം ശരണിൻ്റെ അടുത്തേക്കുള്ള വഴിയല്ല, മറിച്ച് എൻ്റെ സ്വന്തം നരകത്തിലേക്കുള്ള വഴിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നാലും മഹിയേട്ടനോട് ഒരു വാക്ക് പറയാതെ ഇറങ്ങിപ്പോയതിന് എന്നോട് ക്ഷമിക്കണം. മഹി പതുക്കെ കണ്ണുകൾ അടച്ച് തുടർന്ന് അവൻ്റെ കൈകൾക്ക് ബലം കുറവായിരുന്നുവെങ്കിലും അവൻ അവളുടെ കൈപ്പത്തിൽ ചെറുതായി ഒന്നമർത്തി. വേദ.
മഹിയുടെ സ്വരത്തിൽ ഒരു പരുക്കൻ ഈണമുണ്ടായിരുന്നെങ്കിലും അതിൽ കൂടുതൽ അനുകമ്പയായിരുന്നു. നീ എന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നത്? അന്ന് നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ അനിയൻ്റെ ജീവൻ രക്ഷിക്കാൻ ഇതേ ചെയ്യുമായിരുന്നുള്ളൂ. നിന്റെ ആ കണ്ണീരും നിന്റെ അവസ്ഥയും എനിക്കറിയാമായിരുന്നു. ശരൺ എന്ന ചെകുത്താൻ്റെ ഒപ്പം നീ അനുഭവിച്ച ഓരോ നിമിഷവും എൻ്റെ നെഞ്ചിലാണ് തറച്ചത്. ആ 4 വർഷം നീ അവിടെ അനുഭവിച്ച നരകത്തിന് നീയാണോ കുറ്റക്കാരി? അല്ല വേദ, നീ എപ്പോഴും എൻ്റെ മനസ്സിലെ പരിശുദ്ധയായ വേദ തന്നെയാണ്. വേദ വിതുമ്പിപ്പോയി. പക്ഷെ മഹിയേട്ട, ഞാൻ മറ്റൊരാളുടെ ഭാര്യയായി ജീവിച്ചവളാണ്. ആ 4 വർഷത്തെ കളങ്കം എൻ്റെ മേലെ ഉണ്ടാവും. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ ഞാൻ ശരണിൻ്റെ മുൻഭാര്യയാണ്. ചീറ്റെടുത്ത തറവാട്ടിലെ മഹിയുടെ കൂടെ ജീവിക്കാൻ ഞാൻ യോഗ്യയാണോ എന്ന് 1000 വട്ടം ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായി മഹിയേട്ടൻ്റെ മുന്നിൽ പെടാതെ ഓടി ഒളിച്ചത്. അതാണോ നിന്റെ പ്രശ്നം? മഹി അവളോട് അല്പം ഗൗരവത്തിൽ ചോദിച്ചു. ലോകം എന്തു പറയുന്നു എന്നതല്ല വേദ പ്രധാനം. നീ എനിക്ക് ആരായിരുന്നു എന്നും ഇപ്പോൾ ആരാണെന്നുമുള്ളതാണ്. ശരണിൻ്റെ ഭാര്യയായിരുന്നപ്പോഴും നിന്റെ മനസ്സിൽ ഞാനായിരുന്നു എന്ന് എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ നെഞ്ച് നീയല്ലാതെ മറ്റൊരു പെണ്ണില്ല. ആ 4 വർഷത്തെ ദുരന്തം നിന്റെ ജീവിതത്തിൽ ഒരു കറുത്ത അധ്യായം മാത്രമാണ്. അതിന് വിധിയെന്ന് കരുതി മറക്കുക. ഇനിയൊരു പുതിയ പുസ്തകം നമ്മൾ ഒന്നിച്ചെഴുതാൻ പോവുകയാണ്. പുതിയ ജീവിതം. മഹിയുടെ വാക്കുകൾ വേദയുടെ മനസ്സിലെ സകല സംശയങ്ങളെയും അലിയിച്ച് കളഞ്ഞു. അവൾ അവൻ്റെ കയ്യിൽ മുഖം അമർത്തി പൊട്ടിക്കരഞ്ഞു. ഈ 4 വർഷത്തിനിടയിൽ ആദ്യമായി അവൾ മനസ്സ് തുറന്ന് ശ്വാസം വിടാൻ കഴിയാത്തതുപോലെ തോന്നി. ഇനി ഞാൻ മഹിയേട്ടനെ വിട്ട് എങ്ങോട്ടും പോയില്ല. എന്തു വന്നാലും ആരെതിർത്താലും, വേദ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. എതിർക്കാൻ ഇനി ഇവിടെ ആരും ബാക്കിയുണ്ടാവില്ല വേദ, ഒരു ചെറിയ പുഞ്ചിരിയോടെ മഹി പറഞ്ഞു. ശരണിൻ്റെ കഥ കഴിഞ്ഞു. അവൻ ഇനി നമ്മളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. അത്രയും നന്മയുള്ള സുഹൃത്തുക്കളും ഇപ്പോഴെങ്കിലും ബുദ്ധി വന്ന നിന്റെ അനിയൻ ജിതിനും പുറത്തുണ്ട്. അപ്പോഴേക്കും വാതിൽ തുറന്ന് ഡോക്ടറും ജിതിനും അമ്മയും അകത്തേക്ക് വന്നു. മഹിയുടെ അവസ്ഥ മെച്ചപ്പെട്ടതറിഞ്ഞ് സന്ധ്യമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ജിതിൻ കുറ്റബോധത്തോടെ മഹിയുടെ കട്ടിലിനരികിലേക്ക് വന്ന് തല താഴ്ത്തി നിന്നു. മഹിയേട്ട, എന്നോട് ക്ഷമിക്കണം. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ആകാശത്തോളം വലിപ്പമുണ്ട്. എൻ്റെ സ്വാർത്ഥത കാരണം എൻ്റെ ചേച്ചിയുടെ ജീവിതം തകർന്നത്, മഹിയേട്ട ഈ അവസ്ഥയിലായത്. ജിതിൻ കണ്ണീരോടെ പറഞ്ഞു. കഴിഞ്ഞതൊന്നും ഇനി പറയേണ്ട ജിതിൻ, മഹി ശാന്തമായി പറഞ്ഞു. ഇനി തിരുത്താൻ തയ്യാറായില്ലേ? അത് മതി. ജിതിൻ തലയാട്ടി. അവൻ വേദയുടെ കൈകൾ പിടിച്ച് മാപ്പപേക്ഷിച്ചു. ആശുപത്രി മുറിയിൽ അന്നുവരെയില്ലാത്തൊരു ശാന്തതയും പ്രകാശവും നിറഞ്ഞു വന്നു. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി 1 മാസത്തിന് ശേഷമായിരുന്നു അവരുടെ വിവാഹം. ആഡംബരങ്ങളൊന്നുമില്ലാതെ അടുത്ത ബന്ധുക്കളും നാട്ടുകാരും മാത്രം പങ്കെടുത്ത ലളിതമായൊരു ചടങ്ങ്. ചിറ്റയെടുത്ത് തറവാടിൻ്റെ മുറ്റത്തൊരു ചെറിയ പന്തൽ ഉയർന്നിരുന്നു. കടും ചുവപ്പ് സ്വർണ്ണ നിറവും കലർന്ന കാഞ്ചീപുരം പട്ടുസാരിയിൽ അധികം ആഡംബരങ്ങളോ ആഭരണങ്ങളോ ഇല്ലാതെ തനി നാടൻ സുന്ദരിയായി വേദ പന്തലിലേക്ക് നടന്നു വന്നു. അവളുടെ മുഖത്ത് പഴയ സങ്കടങ്ങളുടെ നിഴലുകളൊന്നുമില്ലായിരുന്നു. പകരം ഒരു പുതിയ ജീവിതത്തിലേക്ക് കാൽ വെക്കുന്നതിൻ്റെ നാണവും സന്തോഷവും മാത്രം. മഹി വെളുത്ത മുണ്ടും കുർത്തയും അണിഞ്ഞ് താലിയുമായി അവൾക്കരികിലേക്ക് നിന്നു. താലി കെട്ടുന്ന വിശുദ്ധ നിമിഷത്തിൽ മഹി വേദയുടെ കഴുത്തിൽ മഞ്ഞച്ചരട് ചാർത്തുമ്പോൾ അവൾ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു. ഇരുവരുടെയും കണ്ണുകളിൽ സന്തോഷ കണ്ണീർ വന്ന് നിറഞ്ഞു. നാട്ടുകാർ പലരും പലതും പിറുപിറുത്തെങ്കിലും ചിറ്റയെടുത്ത് തറവാട്ടിലെ മുതിർന്നവരുടെയും മഹിയുടെ സുഹൃത്തുക്കളുടെയും ഉറച്ച പിന്തുണയ്ക്ക് മുന്നിൽ ആരും ശബ്ദമുയർത്തിയില്ല. ഗ്രാമത്തിലെ പ്രമാണിയായ രാവണൻ എന്ന് വിളിപ്പേരിട്ട മഹിയുടെ പെണ്ണായി വേദ മാറിയപ്പോൾ ശരൺ ഉണ്ടാക്കിയ എല്ലാ അപമാനങ്ങളും അവിടെ കഴുകി കളയപ്പെട്ടു. കല്യാണ സദ്യയ്ക്ക് ശേഷം വേദ ചിറ്റയെടുത്ത് തറവാട്ടിലേക്ക് ആനയിച്ചു. വലതുകാൽ വെച്ച് അകത്തേക്ക് കയറുമ്പോൾ വേദയുടെ മനസ്സ് നിറഞ്ഞു കവിഞ്ഞു. ഈ തറവാടിൻ്റെ മകളെയായാണ് അവിടെയുള്ളവർ അവളെ സ്വീകരിച്ചത്. രാത്രിയേറെ വൈകി. നാട്ടിൻപുറത്ത് തണുത്ത കാറ്റ് തറവാടിൻ്റെ മരജനലുകളിൽ തട്ടിപ്പറ്റി കടന്നുപോയി. മുല്ലപ്പൂക്കളുടെ സുഗന്ധം നിറഞ്ഞ മഹിയുടെ മുറിയിലേക്ക് വേദ പതുക്കെ കടന്നു വന്നു. കയ്യിൽ പാൽ ഗ്ലാസുമായി നിൽക്കുന്ന അവൾ വിറക്കുന്നുണ്ടായിരുന്നു. 4 വർഷത്തെ ദാമ്പത്യം അവൾക്ക് നൽകിയത് കൈപ്പേറിയ അനുഭവങ്ങൾ മാത്രമായിരുന്നെങ്കിൽ ഒരു പുരുഷൻ്റെ സാമീപ്യം ഇപ്പോഴും അവളിൽ ചെറിയൊരു ഭയത്തിൻ്റെ വിറയലുണ്ടാക്കിയിരുന്നു. മഹി കട്ടിലിലിരുന്ന് ജനലിലൂടെ പുറത്തേക്ക് നോക്കുകയായിരുന്നു. വേദയുടെ കാൽപ്പെരുമാറ്റം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. അവളുടെ പരിഭ്രമം കണ്ട മഹി മെല്ലെ എഴുന്നേറ്റ് അവൾക്ക് അടുത്തേക്ക് നടന്നു ചെന്നു. അവൾ പാത്രം മേശപ്പുറത്തേക്ക് വെച്ച് തല താഴ്ത്തി നിന്നു. വേദ, മഹി ആർദ്രമായി വിളിച്ചു. അവൾ പതുക്കെ തല ഉയർത്തി അവനെ നോക്കി. മഹിയുടെ കണ്ണുകളിൽ പഴയ അക്രമ സ്വഭാവക്കാരനായ രാവണൻ്റെ ഭാവമേ ഇല്ലായിരുന്നു. അവിടെ സമുദ്രത്തോളം സ്നേഹം മാത്രം നിറഞ്ഞു നിന്നിരുന്നു. മഹി പതുക്കെ കൈ നീട്ടി അവളുടെ വിറക്കുന്ന കൈകൾ സ്വന്തം കൈകളിൽ ഒതുക്കി. പേടിയാണോ നിന്നിൽ? മഹി മൃദുവായി ചോദിച്ചു. ചെറിയൊരു പേടി, വേദ സത്യം തുറന്നു പറഞ്ഞു. പഴയ കാര്യങ്ങൾ ഓർമ്മ വരുമ്പോൾ മഹി അവളുടെ ചുണ്ടുകളിൽ സ്വന്തം
വിരലമർത്തി. ഇനി ആ പഴയ അനുഭവങ്ങൾ നിന്നെ തൊടില്ല വേദ. ഇത് നിന്റെ മഹിയാണ്. നിന്നെ ഉപദ്രവിക്കാനല്ല, നിന്റെ കണ്ണീരൊപ്പാനാണ് ഞാൻ ജീവിക്കുന്നത്. ഈ മുറിയിൽ നിന്റെ ഒപ്പം നീ സുരക്ഷിതയാണ്. നിന്റെ അനുവാദമില്ലാതെ ഞാൻ നിന്റെ ഒരു ഇടമൊഴിയിൽ പോലും തൊടില്ല. മഹിയുടെ വാക്കുകൾ വേദയോടുള്ള അവസാനത്തെ ഭയത്തെയും ഉരുക്കിക്കളഞ്ഞു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് പതുക്കെ ചെരിഞ്ഞു. മഹി സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. അവൻ്റെ നെഞ്ചിരിപ്പിൻ്റെ താളം കേട്ട് അവൾ കണ്ണുകൾ അടച്ചു. അത്രയും കാലം അനാഥമായി കിടന്ന സ്വന്തം വീടെത്തിയ സന്തോഷമായിരുന്നു അവൾക്ക്. പതുക്കെ മഹി അവളുടെ താടിയിൽ പിടിച്ചു ഉയർത്തി. അവളുടെ തുടുത്ത ചുണ്ടുകളിൽ അവൻ തൻ്റെ അധരങ്ങൾ അമർത്തി. അത് ധൃതിയുള്ള ഒന്നായിരുന്നില്ല. പകരം വർഷങ്ങളുടെയും കാത്തിരിപ്പിൻ്റെയും ആഴത്തിലുള്ള സ്നേഹത്തിൻ്റെയും പവിത്രമായൊരു ചുംബനമായിരുന്നു. വേദ തൻ്റെ കൈകൾ മഹിയുടെ കഴുത്തിന് ചുറ്റും പിണച്ചു. അവൾ അവൻ്റെ ചുംബനത്തിന് മറുപടി നൽകി. മഹിയുടെ കൈകൾ അവളുടെ മുടിയിഴകളിലൂടെയും പുറകിലൂടെയും മൃദുവായി ഒഴുകി നടന്നു. അവൻ അവളെ കോരിയെടുത്ത് മനോഹരമായി അലങ്കരിച്ച കിടക്കയിലേക്ക് കിടത്തി. ആ രാത്രിയിൽ മുല്ലപ്പൂക്കളുടെ സുഗന്ധത്തിലും കാറ്റിൻ്റെ സംഗീതത്തിലും രണ്ടാത്മാക്കൾ വർഷങ്ങൾക്ക് ശേഷം, കാത്തിരിപ്പിന് ശേഷം ഒന്നു ചേർന്നു. വേദയ്ക്ക് അത് വെറും ഒരു ശാരീരിക ബന്ധമായിരുന്നില്ല, മറിച്ച് അവളുടെ ആത്മാവിനേറ്റ മുറിവുകൾക്കുള്ള ദിവ്യ ഔഷധമായിരുന്നു. മഹിയുടെ പ്രണയത്തിൻ്റെ ചൂടിൽ അവൾ തൻ്റെ ഭൂതകാലത്തിൻ്റെ സകല വേദനകളും മറന്നു. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. വേദയുടെയും മഹിയുടെയും ജീവിതം ഒരു സ്വപ്നം പോലെ സുന്ദരമായിരുന്നു. നാട്ടിലെ കാര്യങ്ങളിലെല്ലാം മഹി സജീവമായിരുന്നെങ്കിലും വൈകുന്നേരങ്ങളിൽ അവൻ മറ്റെന്തിനേക്കാളും മുൻഗണന നൽകിയത് വേദയോടൊപ്പം സമയം ചിലവഴിക്കാനാണ്. പാടവരമ്പിലൂടെയും കായലോരങ്ങളിലൂടെയും അവർ കൈകോർത്തു നടന്നു. പഴയ കടുപ്പക്കാരനായ മഹി വേദയുടെ മുന്നിൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ മാറി. അവൾ ചിരിക്കുന്നത് കാണാൻ അവൻ എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു. വേദയുടെ മുഖത്ത് വിരിഞ്ഞ പഴയ കൗമാരക്കാരിയുടെ പ്രകാശവും ചിരിയും തിരികെ കൊണ്ടുവരാൻ മഹിക്കായി. അവരുടെ ഈ സ്നേഹവും സന്തോഷവും കണ്ട് നാട്ടിൽ ചിലർക്കൊക്കെ അസൂയ മൂത്തു. പ്രത്യേകിച്ച് ശരണിൻ്റെ കൂടെ നിന്ന് ലാഭം കൊയ്തിരുന്ന ചില പഴയ ബന്ധുക്കൾക്കും നാട്ടിലെ അപവാദ പ്രചാരകർക്കും ഇത് സഹിക്കാൻ പറ്റിയില്ല. ചിറ്റേടത്ത് തറവാട്ടിലെ പെണ്ണിനെ കുറിച്ച് ഇനിയൊരു വാക്ക് ആരോടെങ്കിലും നാക്കിൽ നിന്ന് വീണാൽ അന്ന് അവൻ്റെ നാക്ക് ഞാൻ പിഴുതെടുക്കും. വേദ എൻ്റെ ഭാര്യയാണ്, എൻ്റെ ജീവനാണ്. അവൾക്ക് നേരെ ഉയരുന്ന ഓരോ കണ്ണും ഞാൻ കുത്തിയെടുക്കും. കേട്ടോടെ എല്ലാവരും. മഹിയുടെ അലർച്ചയിൽ ഗ്രാമം ഒന്നടങ്കം വിറച്ചു. അതോടെ ആരുടെയും നാവുകൾ വേദയ്ക്കെതിരെ ഉയർന്നില്ല. അസൂയ ഉള്ളിലൊതുക്കി എല്ലാവരും മാറി നിന്നു. വേദയും മഹിയും സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ മറുവശത്ത് ശരണിൻ്റെ ജീവിതം പൂർണ്ണമായും തകർന്ന് തരിപ്പണമായിരുന്നു. മഹിയുടെ കൂട്ടുകാരും ജിതിനും ചേർന്ന് നൽകിയ ക്രൂരമായ ശിക്ഷയ്ക്ക് ശേഷം ശരണിന് ഇനി ഒരിക്കലും സാധാരണ പോലെ നടക്കാൻ കഴിയില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. അവൻ്റെ വലതുകാലും കൈപ്പത്തിയും പൂർണ്ണമായും തളർന്നുപോയി. സ്വന്തമായി എഴുന്നേറ്റ് നിൽക്കാൻ പോലും മറ്റൊരാളുടെ സഹായം വേണമെന്ന അവസ്ഥയായി ശരണിന്. അതുകൊണ്ടും തീർന്നില്ല. ശരണിൻ്റെ സാമ്പത്തിക തട്ടിപ്പുകളും സ്ത്രീകളെ പീഡിപ്പിച്ച കേസുകളും ഒന്നൊന്നായി പുറത്തു വരാൻ തുടങ്ങി. വേദ നൽകിയ പഴയ പീഡന കേസും ഡ്രൈവർ നൽകിയ വധശ്രമ കേസും ശരണിനെ കൂടുതൽ കുരുക്കി. സ്വത്തുക്കളെല്ലാം കേസുകൾ നടത്താനായി വിൽക്കേണ്ടി വന്നു. ഒടുവിൽ ഒരു വീൽചെയറിലിരുന്ന് സ്വന്തം തെറ്റുകൾ ഓർത്ത് നരകിക്കാൻ മാത്രമായി അവൻ്റെ ജീവിതം മാറ്റിവെക്കപ്പെട്ടു. ഒരിക്കൽ വേദയെ തനിക്ക് അടിമയാക്കാൻ നോക്കിയവൻ ഇന്ന് സ്വന്തം ശരീരത്തിൻ്റെ അടിമയായി ഒരു മുറിയിൽ അടക്കപ്പെട്ടു. അതിക്രൂരമായ വിധി ശരണിന് നൽകിയ ശിക്ഷയായിരുന്നു. അവൻ വിതച്ച വിദ്വേഷത്തിൻ്റെ വിളവ് അവൻ തന്നെ കൊയ്തു തുടങ്ങിയിരുന്നു. 1 വർഷത്തിന് ശേഷം ചിറ്റേടത്ത് തറവാട്ടിൽ വീണ്ടും ആഘോഷ അന്തരീക്ഷമായിരുന്നു. തറവാടിൻ്റെ മുറ്റത്ത് പൂത്തു നിൽക്കുന്ന കണിക്കൊന്നകൾക്കിടയിലൂടെ തണുത്ത കാറ്റ് വീശിയടിച്ചു. വേദ ഉമ്മറത്തെ ചാരുപടിയിൽ ചാരിയിരിക്കുകയായിരുന്നു. അവളുടെ വയർ അത്യാവശ്യം വീർത്തു വന്നിട്ടുണ്ടായിരുന്നു. അവൾ 8 മാസം ഗർഭിണിയാണ്. അവളുടെ മുഖത്ത് ഒരമ്മയുടെ സവിശേഷമായ കാന്തി വിരിഞ്ഞു നിന്നിരുന്നു. മഹി അവൾക്കരികിലേക്ക് ഇരുന്നു. അവൻ പതുക്കെ തൻ്റെ വലിയ കൈപ്പത്തി അവളുടെ വയറിന് മുകളിൽ വെച്ചു. കുറുമ്പൻ അകത്ത് കിടന്ന് തുള്ളുന്നുണ്ടോ വേദ? മഹി ചിരിയോടെ ചോദിച്ചു. കുറുമ്പനല്ല, കുറുമ്പിയായിരിക്കും മഹിയേട്ട. മഹിയേട്ടനെ പോലെ തല്ലുപിടിക്കാൻ നടക്കുന്നൊരു മകൾ. വേദ അവൻ്റെ തോളിലേക്ക് ചാരി ചിരിയോടെ പറഞ്ഞു. അത് ആരായാലും ശരി വേദ, അവൾക്ക് നിൻ്റെ മനസ്സും നിൻ്റെ കണ്ണുകളും ആയിരിക്കണം. എൻ്റെ വേദയെ പോലെ സുന്ദരിയായിരിക്കണം. മഹി അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. ജിതിനും അമ്മയും സന്തോഷത്തോടെ അത് നോക്കി നിന്നു. ജിതിൻ ഇപ്പോൾ ഒരു ചെറിയ ബിസിനസ് തുടങ്ങി സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവൻ മഹിയെ ഒരു ജ്യേഷ്ഠനെ പോലെ ബഹുമാനിക്കുന്നു.
സന്ധ്യമ്മ മനസ്സിൽ പ്രാർത്ഥിച്ചു. ദൈവമേ, എൻ്റെ മകൾ അനുഭവിച്ച കണ്ണീരിനെല്ലാം നീ ഇരട്ടി സന്തോഷം നൽകിയല്ലോ. അസൂയയോടെ നോക്കി നിന്നവരെയും അവരെ തകർക്കാൻ നോക്കിയവർക്കും മുന്നിൽ ഒരു അതിജീവനത്തിൻ്റെ അടയാളമായി മഹിയും വേദയും നിലകൊണ്ടു. സ്നേഹവും വിശ്വാസവും സത്യവും ഉണ്ടെങ്കിൽ ഏത് വലിയ കൊടുങ്കാറ്റിനെയും അതിജീവിച്ച് ജീവിതം കെട്ടിപ്പടുക്കാമെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു. സൂര്യൻ പതുക്കെ അസ്തമയത്തിലേക്ക് നീങ്ങുമ്പോൾ മഹിയുടെ നെഞ്ചിൽ തലവെച്ച് വേദ ശാന്തമായി കണ്ണുകൾ അടച്ചു. അവരുടെ പ്രണയത്തിന് മുന്നിൽ ഇരുണ്ട ഭൂതകാലമെല്ലാം മാഞ്ഞുപോയിരുന്നു. ഇനി പ്രകാശപൂർണമായ ഒരു ഭാവി മാത്രം അവരെ കാത്തിരിക്കുന്നു. അവസാനിച്ചു. സൂര്യകാന്തി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. കോൺട്രാക്റ്റ് വൈഫ് എന്ന സ്റ്റോറി ഒരുപാട് പേര് പിന്നെയും അന്വേഷിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇനി തുടർന്ന് അതിൻ്റെ പാർട്ടുകൾ ഇടുന്നില്ല. ദയവ് ചെയ്ത് പ്രതിലിപിയിൽ സൂര്യകാന്തി പെണ്ണ് സൂര്യകാന്തി എന്ന അക്കൗണ്ടിൽ ആ സ്റ്റോറി പൂർണ്ണമായി എഴുതിയിട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടെ നിന്ന് വായിക്കാം. ഓരോ ദിവസവും ഓരോ പാർട്ട് വെച്ച് ലോക്ക് തുറന്ന് വായിക്കാവുന്നതാണ്. നിങ്ങളതിൽ കൂടുതലായിട്ടുള്ള പേയ്മെൻ്റ് ഒന്നും കൊടുക്കേണ്ട. 24 മണിക്കൂർ കാത്തിരുന്നാൽ ഓരോ പാർട്ട് വെച്ച് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. അപ്പോൾ പുതിയൊരു കഥയുമായി എത്ര എളുപ്പം ഞാൻ വരുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ട് അത്ര അത്യാവശ്യമാണ്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. താങ്ക് യു.